ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 5th സെമസ്റ്ററിലെ സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ജെൻഡർ സ്റ്റഡീസ് എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി സെക്ഷൻ എയും ബിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി സെക്ഷൻ സി ആൻഡ് ഡി നോക്കാം. സെക്ഷൻ സിയിലെ 31ാമത്തെ ക്വസ്റ്റ്യൻ, ട്രേസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ജെൻഡർ സ്റ്റഡീസ് ആസ് എ ഡിസിപ്ലിൻ. നമുക്കറിയാം, വീണ മജുംദാറിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ലിംഗപദവി പഠനങ്ങളുടെ വികാസം 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും കൊളോണിയൽ കാലത്തെ പരിഷ്കർത്താക്കളും സാംസ്കാരിക ദേശീയവാദികളും ചേർന്ന് സതി, ബാലവിവാഹം, വിധവകളുടെ ദുരിതങ്ങൾ എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തി. 3ാം ഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരികയും സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്വതന്ത്രാനന്തരം ഭരണഘടന തുല്യത ഉറപ്പ് നൽകിയെങ്കിലും യഥാർത്ഥ മാറ്റം ഉണ്ടായത് ഈ ഒരു 5ാം ഘട്ടത്തിലായിരുന്നു. 1975 സമർപ്പിക്കപ്പെട്ട ടുവേർഡ്സ് ഇക്വാലിറ്റി റിപ്പോർട്ട് സ്ത്രീകളുടെ ഭയാനകമായിട്ടുള്ള ചൂഷണങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഇതിനെ തുടർന്ന് ICSR സ്ത്രീകളെക്കുറിച്ച് ഗവേഷണങ്ങൾക്ക് മുൻഗണന നൽകുകയും ഡൽഹിയിലെ സെൻറ്റർ ഫോർ വുമൻസ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപിക്കുകയും ചെയ്തു. 1974 ബോംബെയിലെ SNDT വുമൺ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യത്തെ വുമൺ സ്റ്റഡീസ് സെൻറ്റർ ആരംഭിച്ചത്. പരമ്പരാഗത സ്ത്രീ പഠനങ്ങളിൽ നിന്ന് വികസിച്ച് ഇന്ന് അതൊരു അധികാര ഘടനകളെയും വിഭവ വിതരണങ്ങളെയും വിശകലനം ചെയ്യുന്ന ജെൻഡർ സ്റ്റഡീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ജെൻഡർ സ്റ്റഡീസ്. ജെൻഡർ സ്റ്റഡീസിലെ ബേസിക് കൺസെപ്റ്റുകൾ. ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതൊരു പക്ഷേ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ജെൻഡർ സ്റ്റഡീസിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, ഒന്ന് സെക്സ്, ശരീരശാസ്ത്രപരവും ജൈവികമായിട്ടുള്ള, അതായത് നമ്മളെ ഫിസിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നതിനാണ് സെക്സ്. ജെൻഡർ എന്നത് സമൂഹം നിർമ്മിച്ചെടുക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളെയാണ് കാണിക്കുന്നത്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗസ്വത്വം, ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ലിംഗബോധമാണ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗപരമായിട്ടുള്ള വാർപ്പ് മാതൃകകൾ എന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് സമൂഹം വെച്ച് പുലർത്തുന്ന മുൻവിധി നിറഞ്ഞ ധാരണകളാണ്. ഈ ഒരു മുൻവിധികൾ ലിംഗവിവേചനത്തിലേക്ക് നയിക്കുകയും അധികാര, വിഭവങ്ങൾ എന്നിവയുടെ അസമമായിട്ടുള്ള വിതരണത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് പിന്നീട് ലിംഗാധിഷ്ഠിത തൊഴിൽ വിഭജനമായിട്ട് മാറും. കൂടാതെ വിഷമവർഗ ലൈംഗിക മാത്രമാണ് സ്വാഭാവികം എന്ന് കരുതുന്ന ഹെട്രോനോർമാറ്റിവിറ്റിയെയും അതിലൂടെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന LGBTIQ+ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെയും ഈ ഒരു ശാഖ പഠന വിഷയമാക്കും. ഇതിലെന്താ വെച്ചാൽ, ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജെൻഡർ സ്റ്റഡീസിൽ നിങ്ങളിപ്പോൾ പുസ്തകത്തിൽ ഒരുപാട് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് വേവ്സ് ഓഫ് ഫെമിനിസം. ഫെമിനിസത്തിൻ്റെ ഡിഫറെൻറ്റ് വേവ്സ്. ഫെമിനിസത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള വികാസത്തെ 4 തരംഗങ്ങളായിട്ട് തിരിക്കാം. ഫസ്റ്റ് വേവ് 19ാം നൂറ്റാണ്ട് മുതൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ പ്രധാനമായും സ്ത്രീകളുടെ വോട്ടവകാശം, വിദ്യാഭ്യാസം, സ്വത്തവകാശം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റിൻ്റെ കൃതികളും 1848 സെനക്ക ഫാൾസ് കൺവെൻഷനും ഇന്ത്യയിൽ പ്രധാന പങ്ക് വഹിച്ചു. 2ാം തരംഗം വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് എന്നുള്ള പേഴ്സണലിസ്റ്റ് പൊളിറ്റിക്കൽ എന്ന മുദ്രാവാക്യത്തോടെ രംഗത്ത് വന്നു. കേവലം നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്കപ്പുറം പുരുഷാധിപത്യം, ഗാർഹിക പീഡനം, സ്ത്രീകളുടെ ലൈംഗിക ചൂഷണം എന്നിവയ്ക്കെതിരെ ശക്തമായിട്ട് പോരാടി. 3ാം തരംഗം റെബേക്ക വാക്കറുടെ നേതൃത്വത്തിൽ ഉയർന്നു വരികയും ഇന്റർസെക്ഷനാലിറ്റി എന്ന ആശയം കൊണ്ടുവരികയും ചെയ്തു. ഇത് മുഖ്യധാര ഫെമിനിസത്തിൻ്റെ വെള്ളക്കാരായ സ്ത്രീകളോടുള്ള ആഭിമുഖ്യത്തെ ചോദ്യം ചെയ്തു. 4ാം തരംഗം 2010 മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. മീറ്റു പ്രസ്ഥാനവും നിർഭയ സമരങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്. നമ്മൾ ഒരുപാട് ഫെമിനിസത്തിൻ്റെ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. അതിൽ സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഡിക്കൽ ഫെമിനിസത്തിൻ്റെയും മാർക്സിസ്റ്റ് ഫെമിനിസത്തിൻ്റെയും ഒരു സംയോജനമാണ്. സ്ത്രീകളുടെ അടിച്ചമർത്തലിന് കാരണം പുരുഷാധിപത്യം മാത്രമല്ല, മുതലാളിത്തവും പുരുഷാധിപത്യവും ചേർന്നുള്ള ഒരു ഇരട്ട ചൂഷണമാണ് എന്നാണ് ഇവർ വാദിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആക്കാനുള്ളതാണ്. ഡിസ്കസ് ജെൻഡർ സോഷ്യലൈസേഷൻ തിയറി. ജെൻഡർ സോഷ്യലൈസേഷൻ വ്യക്തമാക്കുന്നത് കുട്ടികൾ വളർന്നു വരുമ്പോൾ സമൂഹം അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളും ലിംഗപരമായിട്ടുള്ള പങ്കുകളും എങ്ങനെ പഠിച്ചെടുക്കുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. ജൈവിക സിദ്ധാന്തം ശാരീരിക വ്യത്യാസങ്ങൾക്ക് മുൻഗണന നൽകുന്നു. ഫ്രോയിഡിൻ്റെ തിയറി കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ കേന്ദ്രീകരിക്കുന്നു. സോഷ്യൽ ലേണിംഗ് തിയറി നിരീക്ഷണത്തിലൂടെയുള്ള പഠനത്തെയും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ലിംഗപരമായിട്ടുള്ള സ്ഥിരതയും അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയ പ്രധാനമായിട്ടും 4 ഘടകങ്ങളിലൂടെയാണ് നടക്കുന്നത്. അത് ഏജൻസീസ്. ഒന്നാമത് കുടുംബം. കുട്ടികൾക്ക് വ്യത്യസ്ത വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും നൽകി പ്രാഥമിക
പാഠങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമതായി കൂട്ടുകാർ. മൂന്നാമത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇപ്പോൾ അധ്യാപകരുടെ പെരുമാറ്റത്തിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും ഇതിനാക്കും. നാലാമതായിട്ട് മാധ്യമങ്ങൾ. എക്സ്പ്ലെയിൻ ദിസ് പ്രോസസ് ഓഫ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ. ലിംഗ പദവിയുടെയും സാംസ്കാരിക നിർമ്മിതിയെ കുറിച്ച് ഷെറി ബി ഓട്ട്നർ എഴുതിയിട്ടുള്ള ഈസ് ഫീമെയിൽ ടു മെയിൽസ് ആസ് നേച്ചർ ഈസ് ടു കൾച്ചർ എന്ന പ്രബന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓട്ട്നറുടെ അഭിപ്രായത്തിൽ എല്ലാ സംസ്കാരങ്ങളും സ്ത്രീകൾ പുരുഷന്മാർക്ക് താഴെയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിന് കാരണം സ്ത്രീകൾ പ്രകൃതിയോടും പുരുഷന്മാർ സംസ്കാരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ധാരണയാണ്. സംസ്കാരം എപ്പോഴും പ്രകൃതിയെ കീഴടക്കാനും അതിജീവിക്കാനും ശ്രമിക്കുന്ന ഒന്നായതിനാൽ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ സ്വാഭാവികമായും അടിച്ചമർത്തുന്നു. സ്ത്രീകൾ പ്രകൃതിയോട് കൂടുതൽ അടുത്തിരിക്കുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ശാരീരിക പ്രത്യുൽപാദനപരമായിട്ടുള്ള സവിശേഷത, ഗർഭധാരണം, മുലയൂട്ടലൊക്കെ പോലെ. ഇത് അവരെ വീടിനുള്ളിലെ ചെറിയ ചുറ്റുപാടുകളിൽ ഒതുക്കുന്നു. കൂടാതെ അവരുടെ മനഃശാസ്ത്രത്തെ കൂടുതൽ വൈകാരികവും വ്യക്തി കേന്ദ്രീകൃതമാക്കുന്നു. എന്നാൽ പുരുഷന്മാർ ഇത്തരം ജൈവികമായ തടസ്സങ്ങളില്ലാത്തതിനാൽ രാഷ്ട്രീയം, കല, സാങ്കേതികവിദ്യ തുടങ്ങിയിട്ടുള്ള ഉയർന്ന സാംസ്കാരിക മേഖലകളെ നിയന്ത്രിക്കുന്നു. ഈ ഒരു വിവേചനം ജൈവികമല്ല, സാംസ്കാരികമായിട്ടുള്ളൊരു നിർമ്മിതി മാത്രമാണ്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യൂർ തിയറി. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കുക. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. മിഷേൽ ഫൂക്കോയുടെ ഹിസ്റ്ററി ഓഫ് സെക്ഷാലിറ്റി എന്ന പുസ്തകത്തിലൂടെയാണ് ഹോമോസെക്ഷാലിറ്റി എന്നുള്ള ഇതൊക്കെ വന്നത്. ജസ്റ്റ് ഇത് വായിച്ചു നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. ഓൾറെഡി അതിൽ പറഞ്ഞതുകൊണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. 38 ട്രേസ് ദ ഗ്രോത്ത് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഇൻ 19th സെഞ്ച്വറി ഇൻ ഇന്ത്യ. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഫെമിനിസ്റ്റ് ആശയങ്ങൾക്ക് അടിത്തറയിട്ടത്. കൊളോണിയൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മധ്യവർഗമാണ് ഇതിന് തുടക്കമിട്ടത്. ബ്രഹ്മസമാജം, ആര്യ സമാജം തുടങ്ങിയിട്ടുള്ള സംഘടനകൾ സ്ത്രീകളുടെ പദവി ഉയർത്താൻ ശ്രമിച്ചു. രാജാറാം മോഹൻ റോയ് സതി എന്ന അനാചാരത്തിനെതിരെ ശക്തമായി പോരാടുകയും അത് നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പോരാടുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുകയും ചെയ്തു. സാവിത്രിബായി ഫൂലെ തൻ്റെ ഭർത്താവ് ജ്യോതിബ ഫൂലെയോടൊപ്പം ചേർന്ന് 1848 ഇന്ത്യയിലെ ആദ്യത്തെ പെൺ പള്ളിക്കൂടം സ്ഥാപിച്ചു. ഉന്നത ജാതിക്കാരുടെ ആധിപത്യം തകർക്കാൻ സ്ത്രീ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് അവർ വാദിച്ചു. മറ്റൊന്ന്, എക്സാമിൻ ദ റോൾ ഓഫ് വുമൻസ് റോൾ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫ്രീഡം മൂവ്മെൻറ്റിൽ സ്ത്രീകളുടെ റോള്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് അവരുടെ പരമ്പരാഗത സാമൂഹിക പദവി തിരുത്തി എഴുതാൻ സഹായിച്ചു. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആയിരക്കണക്കിന് സ്ത്രീകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി പൊതുരംഗത്തേക്ക് വന്നു. അസഹകരണ പ്രസ്ഥാനത്തിൽ ഭാഗമായി സ്ത്രീകൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും ഖാദി പ്രചരിപ്പിക്കാനൊക്കെ മുന്നിൽ നിന്നു. മദ്യഷാപ്പുകൾക്ക് മുന്നിൽ അവർ പിക്കറ്റിംഗ് നടത്തുകയും തെരുവ് ജാഥകൾ നയിക്കുകയും ചെയ്തു. ആനി ബസന്റ്, സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കളൊക്കെയാണ് ഈ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്. ഡിസ്കസ് ദ റിലേഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് കാസ്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല. ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗം. സെക്ഷൻ ഡിയിലെ ക്വസ്റ്റ്യൻസ്. ക്രിട്ടിക്കലി എക്സാമിൻ ദ മേജർ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് വിത്ത് ഇമ്പാക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്. പ്രധാനമായിട്ടും ഫെമിനിസ്റ്റ് സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടും 3-4 ടൈപ്പ് ഉണ്ട്. ലിബറൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യ യുക്തിചിന്തയുള്ള മനുഷ്യരാണെന്ന് ഇവർ കരുതുന്നത്. വിവേചനത്തിന് കാരണം പുരുഷാധിപത്യമല്ല, മറിച്ച് തെറ്റായിട്ടുള്ള സാമൂഹ്യവൽക്കരണം, നിയമപരമായിട്ടുള്ള അവസരങ്ങളുടെ കുറവുമാണെന്ന് ഇവർ വാദിക്കുന്നു. തുല്യവേതന നിയമം, ലിംഗവിവേചന നിരോധന നിയമം എന്നിവ കൊണ്ടുവരുന്നതിൽ ഇവർ വിജയിച്ചു. ഇതൊരു റാഡിക്കൽ ഫെമിനിസം 1960കളിൽ ഉയർന്നു വന്നതാണ്. ഈ ശാഖ പുരുഷാധിപത്യമാണ് സ്ത്രീകളുടെ ചൂഷണത്തിന് പ്രധാന കാരണമെന്ന് ഇവർ വ്യക്തമാക്കുന്നു. കുടുംബം, വിവാഹം എന്നിവയിലൂടെ പുരുഷൻ സ്ത്രീയുടെ ശരീരത്തെയും ലൈംഗികതയെയും നിയന്ത്രിക്കുന്നു എന്ന് ഇവർ കരുതുന്നു. ഗാർഹിക പീഡനം, ബലാത്സംഗം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാക്കാൻ ഇവർക്ക് കഴിഞ്ഞു. മറ്റൊന്ന്, മാർക്സിസ്റ്റ് ഫെമിനിസം. എക്കണോമിക് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഇവർ വിവേചനത്തെ പഠിക്കുന്നത്. സ്ത്രീ വീടിനുള്ളിൽ ചെയ്യുന്ന പ്രതിഫലമില്ലാത്ത പണികളാണ് മുതലാളിത്തത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ നിലനിർത്തുന്നത് എന്നിവർ വാദിക്കുന്നു. വീട്ടുജോലികൾ സാമ്പത്തിക മൂല്യമുണ്ടെന്ന് സ്ഥാപിക്കാനും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ഇരട്ട ചൂഷണങ്ങളെ തുറന്നു കാട്ടാനും ഇവർക്ക് കഴിഞ്ഞു. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ഫെമിനിസം. പുരുഷാധിപത്യവും മുതലാളിത്തവും ചേർന്നുള്ള ഇരട്ട ചൂഷണത്തെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഈ വീക്ഷണം പുരുഷൻ നിയന്ത്രിക്കുന്ന തൊഴിലിട സമൂഹം കൂടുതൽ മൂല്യം നൽകുകയും സ്ത്രീകളുടെ വീട്, സ്വകാര്യ മണ്ഡലം, സ്ത്രീകൾ കൂടുതൽ വീട്ടിലാണല്ലോ, അവഗണിക്കുകയും ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീകളുടെ വീട്ടുജോലിക്ക് സാമ്പത്തികമായിട്ടുള്ള മൂല്യം നൽകണമെന്നും പൊതുമണ്ഡലത്തിൽ സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ആവശ്യപ്പെടുന്നു. 42, ഡിസ്കസ് ദ മേജർ ജെൻഡർ ഇഷ്യൂസ് ഇൻ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ് ഫ്രം റിയൽ ലൈഫ് സിറ്റുവേഷൻ.
പ്രധാനമായിട്ടും ഞാൻ കൂടുതൽ ഇന്ത്യൻ സമൂഹം സാമ്പത്തികമായി മുന്നേറുമ്പോഴും സ്ത്രീകൾക്ക് അതുപോലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിവേചനങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ജെൻഡർ വേജ് ഗ്യാപ്പ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തമ്മിലുള്ള വേജിൻ്റെ മാറ്റം. മറ്റൊന്ന് ഗ്ലാസ് സീലിംഗ്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളെ കമ്പനികളുടെ CEO പോലുള്ള ഉയർന്ന സംസ്ഥകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ മടിക്കുന്ന അദൃശ്യമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് ഡയറക്റ്റായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇല്ലാത്ത. പിന്നെ പ്രതിഫലമില്ലാത്ത ഗാർഹിക ജോലി, ലൈംഗിക ശാരീരിക അതിക്രമങ്ങൾ, സൈബർ അതിക്രമങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പാർശ്വവൽക്കരണം, അതായത് ഈ LGBTQ പോലെയുള്ള ആളുകളൊക്കെ. 43 എക്സാമിൻ ദ ഒറിജിൻ ആൻഡ് സ്പ്രെഡ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫേവ്സ് ഓഫ് ഫെമിനിസം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നത്തതിൽ. അപ്പോൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ മുന്നത്തെ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. 19ാം നൂറ്റാണ്ടിലെ ഫസ്റ്റ് വേവ് 19ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ അമേരിക്കയിലെ അടിമത്ത വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. 1848 എലിസബത്ത് കാഡിസ് ആൻഡ് നേതൃത്വത്തിൽ നടന്ന സെനക്ക ഫാൾസ് കൺവെൻഷനിലാണ് ഇത് ഔദ്യോഗിക രൂപം നൽകിയത്. സ്ത്രീകൾക്ക് വോട്ടവകാശം നേടിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇതിലൂടെ നേടിയെടുത്തു. സെക്കൻഡ് വേവ് 1960കളിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് വളർന്നതാണ്. ബെറ്റി ഫ്രീഡൻ്റെ ദ ഫെമിനൽ മിസ്റ്റിക് എന്ന പുസ്തകത്തിൽ ഇത് വലിയ ഊർജ്ജം നൽകി. വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് എന്ന മുദ്രാവാക്യമുയർത്തി വീട്ടുജോലികളിലെ ചൂഷണം, ലൈംഗിക അതിക്രമങ്ങൾ, ജോലിസ്ഥലത്തെ വിവേചനങ്ങൾ എന്നിവയ്ക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ഇത് സർക്കാരുകളെ നിർബന്ധിതരാക്കി. തേർഡ് വേവ് വരുന്നത് 1992 റബേക്ക വാക്കറുടെ ലേഖനങ്ങളിലൂടെയും അനിത ഹിൽ സെനറ്റ് ഇറങ്ങലിലൂടെയും അമേരിക്കയിൽ ആരംഭിച്ചു. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് ഇതിന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന ആശയം കൊണ്ടുവന്നു. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളുടെയും വിവിധ വർഗ്ഗങ്ങളിൽപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ വെള്ളക്കാരായ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നത് സ്ഥാപിച്ചു. സ്ലട്ട് വാക്ക് പോലുള്ള സമരങ്ങളിലൂടെ സ്ത്രീ ലൈംഗികതയെ പോസിറ്റീവായിട്ട് കാണാൻ ഇത് ആവശ്യപ്പെട്ടു. ഫോർത്ത് വേവ് 2010കളിൽ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും വ്യാപനത്തോടെയാണ് ഇതിന് തുടക്കം. ഹാർവി വെയിൻസ്റ്റൈൻ്റെ വിവാദം, ഇന്ത്യയിലെ നിർഭയ കേസ് എന്നിവയെ തുടർന്ന് രൂപപ്പെട്ട ആഗോള മീറ്റു പ്രസ്ഥാനം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ 4 വേവ് ഫെമിനിസം പഠിക്കുന്നത് എന്തായാലും ലോങ് എസ്സേയിൽ വരാൻ സാധ്യതയുള്ളൊരിതാണ്. ഡിസ്കസ് ദ ഡൊമസ്റ്റിക് വയലൻസ് ആസ് എ മേജർ ജെൻഡർ ഇഷ്യൂ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. അതായത് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു ലിംഗപരമായിട്ടുള്ള പ്രശ്നമാണ്. പുരുഷാധിപത്യ വ്യവസ്ഥിതി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു സാമൂഹ്യ അതിക്രമമാണിത്. പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കണമെന്ന തെറ്റായിട്ടുള്ളൊരു സാമൂഹ്യവൽക്കരണമാണ് ഇതിന് കാരണം. 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഈ അതിക്രമങ്ങളെ 4ആയിട്ട് തരംതിരിക്കാമെന്ന്. ഫിസിക്കൽ വയലൻസ്, ശാരീരിക ശക്തി ഉപയോഗിച്ച് പങ്കാളിയെ വേദനിപ്പിക്കാം. മറ്റൊന്ന് സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ മാരിറ്റൽ റേപ്പ്, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ, വാക്കുകളിലൂടെ പെരുമാറ്റത്തിലൂടെ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസമൊക്കെ തകർക്കാം. എക്കണോമിക് അബ്യൂസ്, സാമ്പത്തികമായിട്ട് സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി അവളെ പൂർണ്ണമായി ആശ്രയിപ്പിച്ച് നിർത്തുന്ന രീതി. ഉദാഹരണത്തിന് ജോലി ചെയ്യുന്ന സ്ത്രീയുടെ ശമ്പളം നിർബന്ധിച്ച് വാങ്ങിവെക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ഞാൻ ബ്രീഫായിട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. എന്തായാലും ഇതെങ്കിലും പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. താങ്ക് യു.